ഇന്നും വന്നിരിക്കുന്നത് അതേപോലെ തന്നെ. ഇത് പാർട്ട് 2 ആണ് നമ്മളൊന്ന് ചെയ്തതിൻ്റെ. അപ്പോൾ നമുക്കിതിൻ്റെ പാർട്ട് 2 നമുക്ക് കുറേ ആയിട്ടുള്ള മിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ നമ്മൾ അപ്പോൾ തീർത്തു. 90% അത് ഓക്കെ ഗൈസ്. 10 കിട്ടി. നമുക്ക് ഭാഗ്യമുണ്ടോ ഇല്ലയെന്ന് ഇതിൽ നോക്കാം ഗൈസ്. 100 അടിച്ച് ഗൈസ്. അടിച്ച് ഇനി ഒന്നുമില്ല. ഇതൊരെണ്ണം മാത്രമേ ഉള്ളൂ. അത് പിന്നെ നിങ്ങൾക്ക് അറിയില്ല, ഞാൻ പ്രോ പ്ലെയർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തു തരും. അത് നിങ്ങൾ പേടിക്കണ. ഓക്കെ, ഇത് ക്ലെയിം ചെയ്തു. ഇനി അത് വീഴണം. ഏറ്റവും ലാസ്റ്റാണ് ഈ ഗ്ലൂവാടെ സ്കിന്ന്. നമുക്ക് ഏതായാലും അതുവരെ നിർത്തിക്കണം നേരമുള്ള ഗൈസ്. അതുകൊണ്ട് നമുക്ക് വേറെ വെള്ളത്തിൽ നോക്കാം. ഫ്രീ റൂം കാർഡും കാര്യങ്ങളൊക്കെ എപ്പോഴും കൊടുക്കണം. ഒക്കെ കയറി ഇങ്ങോട്ട് ചെയ്യണതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നമുക്ക് പിന്നെ നെയിം ചേഞ്ചിങ് കാർഡ് ആവശ്യമാണ്. കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞെങ്കിൽ ഒരു സംഭവം നോക്കി വെച്ചിട്ടുണ്ട്. അത് നെയിം ഒരു പുതിയ പേര് നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ പേരിടണമെങ്കിൽ എന്താ ചെയ്യുക ഗൈസ്, നിങ്ങൾക്കറിയാമല്ലോ. എന്താ വേണ്ടതെന്നൊക്കെ നിങ്ങൾക്കറിയാം. നെയിം ചേഞ്ചിങ് കാർഡ് വേണം ഗൈസ്. അത് നമ്മുടെ അടുത്തില്ല. അതാണ് നമ്മളിപ്പോൾ എടുക്കേണ്ടത്. കാര്യങ്ങളിലോട്ട് കിടക്കാം പ്ലീസ്. അപ്പോൾ നമ്മളൊരു ആക്ഷൻ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ട് നിൽക്കണം കേട്ടാ. ഓ ഗൈസ്, ഇതെന്താ കണക്റ്റിങ്ങാ സെറ്റ്. ഇതൊക്കെ എന്താ വേറെ എന്തൊക്കെയോ വന്നു. കുഴപ്പമില്ല ഗൈസ്. അതൊക്കെ നമ്മൾ മാറ്റി. ഇവിടെ ലക്രോയിൽ പോയി ഗൈസ്. ഇത് ഞാൻ കുറേ നാളായി ഇത് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഗൈസ്. ഒന്നും കിട്ടുന്നില്ല. ഒരു ബാഗ് കിട്ടി. ആ ബാഗ് പോയിട്ടിടാം. ഓക്കെ, ബാഗ് നമ്മൾ ക്ലെയിം ചെയ്തു. ഒക്കെ സെറ്റാണ്. നമുക്ക് ആ CS റാങ്ക്ഡ് മാച്ച് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്തു. എന്താണ്ടത്? ഓക്കെ, ഇത് നമ്മുടെ പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി കണ്ടേക്കുക കേട്ടാ. അല്ലെങ്കിൽ നമുക്ക് എന്നാലേ മാത്രമേ നിങ്ങൾക്ക് കഥ മനസ്സിലാവുള്ളൂ. കഥയല്ലേ, ഈ മാച്ച് റിസൾട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. മോനെ അടിച്ച് കയറി പോവില്ലേ. ഓ, അടിച്ചിട്ട് ഹെഡ്ഷോട്ട് അടിച്ചിട്ട് എല്ലാത്തിനും അടിച്ചേറുണ്ട് കേട്ടാ. ഓ എടാ എനിമി, നീ ഇവൻ എന്ത് ഗൈസ്. ഇനി വരണമെങ്കിൽ ഇവൻ മാത്രമേ ഉള്ളൂ. ഇവൻ ഏസ് അടിക്കും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കിയാൽ. ഏസ് അടിച്ച ഭാഗ്യം. അല്ലെങ്കിൽ പോയി ചത്തു. എന്തിനാ മോനെ നീ കഷ്ടപ്പെടണേ? മോനെ നീ ചത്തറാ. ഗൈസ് എടാ മോനെ അത്രയ്ക്ക് കളിയെന്നല്ല അവൻ കുത്തിപ്പിടിക്കേണ്ടത് കണ്ട. ഞാനും അത് റെഡ് കളർ 110 അങ്ങനെ എന്തോ കാണിച്ചല്ലോ. അക്കൗണ്ട് ബാനായവനാണോന്നും അറിയില്ല കേട്ടാ. ലെവല് മാത്രം എനിക്ക് കാണാൻ പറ്റുന്നില്ല. UID മാത്രം പൊട്ടി മക്കളെ പൊട്ടി. നീ നമ്മൾ G36 വെച്ചിട്ടായിരിക്കും നമ്മൾ പോകുള്ളൂ. നമുക്ക് ഇനി മെല്ലെ സൂക്ഷിച്ചും കണ്ടുമാണ് അറ്റാക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അല്ലെങ്കിൽ അടി വാങ്ങി കൂട്ടേണ്ടി വരെ. ഇതുണ്ട് സമ്മർ വെക്കേഷൻ കണ്ടല്ലേ. എല്ലാം കൂടിയും പോയി ചാവാൻ വേണ്ടി പോവുകയാണ്. ഗൈസ് ഇല്ല നോക്ക്. അതോ
ഗൈസ് അവനെ നോക്കിക്ക്, ഞാനും അവനെ നോക്കിക്കോ. എന്നെ കൊന്നു. അവനൊന്ന് പോയി തീർക്കടാ. അവനെ റിവൈവേക്ക് ഒന്ന് പോയി തീർക്ക് പ്ലീസ്. ഒന്ന് പറയണതെങ്കിലും ഒന്നും കേക്ക്. ഒന്ന് തീർത്തൂറാ, അവനിപ്പുറത്തുണ്ടാ. അയ്യേ ആവും. എനിക്ക് ആ 2 കിലോ കിട്ടിയിട്ടുണ്ട്. കഷ്ടം. താഴെ നൂബിടെ. അരേ നൂബിടെ. അപ്പോൾ പുതിയത് വന്നാണ് ഗൈസ് നൂബിടെ. കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് ഞാൻ വേറെ എന്താ ചോദിച്ചു. ഇവൻ കൊല്ലു. അടി ഗുഡ്ര. മെറുക്കെന്ന് പറഞ്ഞിട്ടാണ് അവൻ്റെ പേര്. എൻ്റെ അത്തേക്കൊണ്ട് എടുത്തവന്മാർ. MP40 വേണോ പാരഫൽ വേണോ എന്നാണ് നോക്കുന്നത്. പാരഫലും 700 2 വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് 2 വാങ്ങാൻ പറ്റും. പറ്റില്ലേ? പറ്റണ്ട. അതിന് മുമ്പ് കസ്റ്റമിലി പോട്ടെ. ഇത്ര മതി ഗൈസ്. ശരിയാണ്. നമുക്ക് ഗ്ലൂ വാൾ കണ്ട് അത് ഇച്ചിരി ഇത്ര കൂട്ടാം. ഇതൊക്കെ കറക്റ്റാണ് ഗൈസ്. അയ്യേ സോണ് വന്നു. നല്ല എല്ലാ ഗണ്ണും എടുത്ത് റെഡി ആയിരുന്നപ്പോൾ സോണ് വന്നു ഗൈസ്. K1 ഡബിൾ എടുത്തു. നൈസ്. ഇതിലും മറക്കാം. ഇതിൽ ഞാൻ മറക്കിനൊന്നും അടിക്കാൻ പാടില്ല. മൊത്തം പൈസ ഇത് തന്നെടാ. വേണ്ടപ്പോൾ തോന്നിക്കാം. ഗൈസ് വേറൊരു കാര്യം പറഞ്ഞെങ്കിൽ അപ്പോഴേക്ക് നോക്കരുത്. ഗായ്സ് എന്തൊരു ഇവന്മാർ കുത്തിപ്പിടിക്കണ്. ഞാൻ ശരിക്കും മണ്ട പഠിക്കണ നോക്കണം. ഇവന്മാർ ഞാൻ മറ്റേ ബർക്കും ചത്ത. ഇനി ബർഗ് ചത്തറ മോനെ. ഇനി ഒരൊറ്റ വഴിയുള്ളൂ. ഇനി ഞാൻ പറഞ്ഞത് ആ വഴി എന്താന്ന്. കുറച്ച് പൈസ ആവട്ടെ പറഞ്ഞ് നിൽക്കായിരുന്നു. ഞാൻ അടുക്കാൻ പോണ ഗണ്ട് നിങ്ങൾ കണ്ട ഞെട്ടും. ഏടാ പ്ലെയിം ഞെട്ടിയില്ലേ? അതാ ഞാൻ പറഞ്ഞു ഞെട്ടും. ഇതിപ്പോൾ ഇങ്ങനെയാണ് ഗൈസ്. ഗ്ലൂ വാളൊന്നും പെട്ടെന്ന് വിടാൻ പോലും പറ്റുന്നില്ല. ആര് ട്രിപ്പിളൊക്കെ അടിക്കണ്? ഇവനെ ട്രിപ്പിൾ അടിക്കണേ. മെർക്ക
ബ്ലൂ വാൾ അപ്പളെ എടുത്തതുണ്ട് 4 വരഞ്ഞിരിക്കട്ടെ. ഡബിൾ അങ്ങനെ അടിച്ച് മനസ്സിലായി. നമ്മളങ്ങനെ ഡബിൾ അടിച്ച് ഗൈസ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു മാച്ച് കഴിഞ്ഞ് CS ജയിച്ചേ. ഒരു മാച്ച് ലോൺ വോൾഫ് കളിക്കുക. ബ്രോൺസ് ആണ് ഗൈസ്, കൂടിയിട്ടേ ഇല്ല, പേടിക്കാനൊന്നും വേണ്ട. എപ്പോൾ കളിക്കാൻ പറ്റില്ല ബ്രോ. എടാ 5 ഉള്ളൂ. കുറച്ച് പൈസ വെച്ച് വേറെ എന്തെങ്കിലും എടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി കിട്ടുകയാണെങ്കിൽ ഒരു ലോൺ വോൾഫ് മാച്ച് ഒന്ന് കളിച്ച് നോക്കുക. ലോൺ വോൾഫ് ഒന്ന് കളിച്ച കാലം നമ്മൾ മറന്നുപോയി. അപ്പോൾ നമ്മൾ ലോൺ വോൾഫാണ് കളിക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സെയിൻറ്റോയും പിന്നെ അടാ നല്ല വല്ല കണ്ണെടുക്കും. ഗുഡ് കുഴപ്പമില്ലാത്ത കണ്ണാ. എടാ പ്ലീസ് നമുക്ക് ആദ്യത്തെ റൗണ്ട് കുറച്ച് ന്യൂബ് പ്രാങ്ക് ചെയ്താലോ? തേങ്ങ കൊല തരാട്ടാ, തരാം. നമുക്ക് വെയിറ്റ് ഇപ്പം തരാം. മാറാവില്ലേ? അങ്ങനെയാണല്ലേ. എവിടെ പൊടി വരുന്നു? അയ്യേ അവൻ വെറുതെ വേസ്റ്റ് കളി നിർത്തി പോറ. ഇവൻ എന്തറാ അത്? നാണുണ്ടോ? അറ്റ്ലീസ്റ്റ് ഇച്ചിരിയെങ്കിലും ഉണ്ടോ എനിക്ക്? മൂഡ് പോയി കളിക്കാൻ.
തനിയെ വന്നു. Yes. ഇത് നീങ്ങാത്ത ഇവിടെ ഈ ശിവൻ പ്രാന്താക്കുന്നുണ്ട്. ഗണ്ണെടുക്കും ഒന്നും എടുക്കില്ല. ബാക്ക് ഓടിച്ച് പോയി എടുത്തല്ലോ. നിന്നെ ഞാനത്ത് ഓക്കെ തീർന്നു. ഹെഡ് ഡാമേജ് ഒക്കെ കൂടുതൽ കിങ് ഫിഷറിനാണ് കേട്ടോ. അടിപൊളി ഡെഡ് ഡാമേജ്. ബുയ്യ എന്ത് ബുയ്യ പ്രാന്താക്കി വേ. ഒരു മാച്ചും കൂടിയും കളിച്ചിട്ട് ബുയ്യാത്ര എന്ത് തേങ്ങ ബുയ്യ. ലെവലപ്പ് റിവാർഡ് കിട്ടിയോ? ഇത് ഇതാണല്ലേ കിട്ടുക. ഒരു മാച്ചും കൂടി കളിച്ചേക്കാം. ഇതെങ്കിലും ഒരു അപ്പുറത്ത് നല്ല പ്ലെയർ വന്നാൽ മതിയായിരുന്നപ്പാ. ക്യാരക്ടർ സ്കിൽ ഉപയോഗിക്കണുണ്ടായിരുന്നു. തച്ചുവായി വേണ്ട. എൻ്റെ ഇഷ്ടപ്പെട്ട I love you gun, I love you. तुझे बोली तुझे बदली तुझे बदली. ഇത് വെച്ച് സുഖമായിട്ട് ഡാമേജ് അടിക്കാൻ പറ്റും ഗൈസ്. ഞാൻ ഒന്നുമില്ല, ഡയറക്റ്റ് പോയി അടിക്കട്ടെ. സ്പീഡ് വെച്ച് അടിപൊളി കളിക്കാൻ പറ്റും. ഗേസ് ഫ്രണ്ട് ആവാൻ നോക്കുകയാണ്. കുറെ നേരമായാലും നീ നൂബ് പ്രാങ്ക് ചെയ്യണോ എന്നൊരു ഡൗട്ട്. നല്ല പേരൊക്കെ അടിപൊളിയാണ്, പക്ഷേ ഇവൻ്റെ കളി ബാക്ക് അടിച്ചാ ബാക്ക് അടിച്ചാ എടെ എന്തിനത് കളിക്കണ മുമ്പ് മൊത്തം ബാക്ക് അടിക്കണേ. ഇല്ല ബാക്ക് അടിച്ചിട്ടില്ല. അവന് വല്ലതും കൊള്ളുന്നുണ്ടോ സത്യം പറ. കേസ് അതെങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറല്ലേ. 1 ബുള്ളറ്റ് ചലഞ്ച് നോക്കാം കേസ്, നോക്കാം 1 ബുള്ളറ്റ് ചലഞ്ച് നോക്കാം. കുറേയായി ഞാൻ
ചെയ്യണം വിചാരിച്ച് നിൽക്കിയത് പക്ഷേ ഒരു 2 ഇരിക്കട്ടെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ബുള്ളറ്റ് വേണ്ടി വരും കൊല്ലാനൊന്നും അറിയില്ല. ഇതിലൊരു 8 ഇരിക്കട്ടെ. ഓഹോ ചത്തോ. കുഴപ്പമില്ല. ഈ കളി നമ്മൾ നോക്കും. 1 ബുള്ളറ്റ് ജി കളി നോക്കറ. ഇതിന് നമുക്ക് 1 ബുള്ളറ്റ് അടിച്ച് നോക്കാം. ഇമ്പോട്ടെ പോയില്ലേ ഓട്ടറാ. 2 ബുള്ളറ്റ് ചലഞ്ച് നോക്കാമേ. ഓ ഡാർക്ക് പോയി ബുള്ളറ്റ് എടുക്കറ. അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല ഗൈസ്. ഇപ്പം മൂഞ്ചില്ലോ. അടിച്ചു ഗൈസ്. 1 ബുള്ളറ്റ് ചലഞ്ച്. ഈ ഒരൊറ്റ ബുള്ളറ്റ് ചലഞ്ച് നോക്കാം. ഓവർ കോൺഫിഡൻസ്ഡ് എന്തൊക്കെ എന്തര. ഓൺലി വണ്ണടാ. ധൈര്യമുണ്ട് ഞാനാണെങ്കിൽ ഇത് സിമ്പിളാണല്ലോ. അയ്യോ ചത്തു. സിമ്പിള്. അയ്യവൻ കാട്ടിന് പോകാണല്ലോ. ഈ കളി സേവ് ചെയ്ത് വെക്കണം. നമുക്ക് ഞാൻ വിചാരിക്കുന്നു ഒരു മാച്ചും കൂടി കളിച്ചിട്ട് നല്ല മോനെ നല്ല ഇത് ഒരു ഊർജം കിട്ടണ പോലെയുണ്ട്. 5 10 20 ഉണ്ട് കിട്ടാൻ ഡെഡിക്കേറ്റ് ഇടുക. 20 മൂഞ്ചി 30 മൂഞ്ചി 30% ഇപ്പോൾ ഇനി തിരിച്ച് ഒന്നും കൂടി മാച്ചിലോട്ട് ഗെയിംസ്. അപ്പോൾ ഇതിൽ നമ്മൾ 1 ബുള്ളറ്റ് ചലഞ്ചാണ് നോക്കാൻ പോകുന്നത്. ഇതാദ്യം എനിക്ക് സെലക്ഷൻ കിട്ടിയ ഭാഗ്യം. ഓക്കെ ഇപ്പോൾ പ്രോ പ്ലെയർ ആണോ എന്നൊരു ഡൗട്ട്. എന്തൊരു പ്രോ പ്ലെയർ ആണ് തെളിയിക്കാൻ വേണ്ടി 2 AW എടുത്ത് വന്നാണ്. കുത്തിപ്പിടിയില്ലേ. അപ്പം നീ എന്നെ എന്താ വിചാരിച്ചു? പണ്ടത്തെ കുത്തിപ്പിടിയിലെ കിങ്ങാണ് ഞാൻ. കാണിച്ചിട്ട് നിൽക്ക്. ഈ ഫ്ലെയിം ത്രോ എടുത്ത് പോകാൻ എനിക്കിഷ്ടമില്ലാത്ത ഗണ്ണുമാണ്. കളിക്കാൻ അറിയാൻ കിട്ടാത്തതും ഗണ്ണാണ്. AW വെച്ച് അടിക്കാനും കിട്ടില്ലേ. ഇതെന്ത് ഇങ്ങനെയാണല്ലോ. നീ ചത്തറ.
ക്ലച്ച് അടിക്കാൻ എനിക്ക് അറിയേണ്ടതുണ്ട്. നീ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ച്? അതെന്ത്? ഓ നൈസ് പ്ലേ ഗേസ്. പ്ലേ ഒക്കെ അടിപൊളിയാണ് ചെക്കൻ്റെ. പക്ഷേ ഈ കളി നമ്മൾ തോറ്റു കൊടുക്കില്ല. നമ്മൾ ഞാൻ പറയട്ടെ, ഡ്രാഗോൺ എടുക്കുമ്പോൾ വിചാരിച്ചാണിത്. നൂബുകളുടെ മീൻ കണ്ണാണ് ഈ ഡ്രാഗോണ്. ഇപ്പം കറക്റ്റായി. UMP പിന്നെയും കുഴപ്പമില്ല. ഓ ജോ പീസ്. ഫുള്ളാക്കിയിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ എന്താണ് ഗൈസ് അങ്ങനെ അടിച്ചിട്ടു. തരാട്ടാ. ഗ്രനേഡ് വെച്ചെൻ്റെ ഇത് കൊടുക്കണേ ഗൈസ്. ഓടായിരുന്നു നീ ഡ്രഗോണും വെച്ച് എൻ്റെ അടുത്താ. അപ്പോൾ ഗൈസ് ഇതിപ്പോൾ ഇത്രയും ഇതായിട്ടുണ്ട്. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഇഷ്ടപ്പെടുമ്പോൾ മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക അറിയാലോ, എനിക്കറിയാത്ത കാര്യം. അപ്പോൾ ഗൈസ് നിങ്ങൾ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഈ റിവെഞ്ച് എടുക്കണം എന്നൊരാഗ്രഹം. ഈ കളി എന്തായാലും അവൻ തോക്കുന്നുള്ള കാര്യം അവനുറപ്പല്ല. എനിക്ക് M1 വെച്ച് കളിക്കുമ്പോൾ എനിക്ക് പേടിയാവണ്. എന്ത് പറയാൻ, അവൻ കേറുന്നുണ്ട്, എനിക്കറിയില്ലേ.
അല്ല പിന്നെ നമ്മുടെ തന്നെ കളി. ദൈവമേ കുത്തിപ്പിടിച്ചിട്ട് എനിക്ക് ഇപ്പോഴും എനിക്ക് റോസ റിസോർട്ട് മതി. ഇത്രയൊക്കെ ധാരാളമാണ്. ഇതൊക്കെ ഇത് തന്നെ ഓവറാണ്. ഓടാ ഹെഡ് ഷോട്ട്. ഇവിടെ 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 ഒന്നും ആലോചിച്ചു. ഇവിടെ നമ്മളാണ് രാജാവ്. നീ നമ്മളെ വെട്ടിക്കണമെന്നും ആയിട്ടില്ല. വേറെ പോയിന്ന് പഠിച്ചിട്ട് വേണ്ട. കളിയൊക്കെ ഒന്ന് പഠിച്ചിട്ട് വാ. കളി അറിയില്ലെങ്കിൽ പിന്നെ നീ കളിയൊക്കെ പഠിച്ചിട്ട് വേണം വരാൻ. പക്ഷെ എന്ത് ഈ പിള്ളേരൊക്കെ കളി പഠിക്കാണ്ട് വന്നിട്ട് സോറി ഇതങ്ങ് ക്ലൈം ചെയ്തെങ്കും ഇമോട്ട് ഏകദേശം കിട്ടുന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോൾ ഇല്ലെങ്കിലും 100 അടിക്ക് പ്ലീസ്. 50, 60, 70, 80 എന്നും പറഞ്ഞ് പോകുന്നുണ്ട്. ഇത് സ്പിൻ ചെയ്ത വല്ലതൊക്കെ കിട്ടും. സ്കിന്നിങ്ങനെ കിട്ടതാ. ഇതിങ്ങനെ തന്ന് തേച്ച് വിടുന്നുണ്ടോ. നമ്മളിതാ ഒരു മാച്ചും കൂടി അങ്ങ് കളിക്കാനായിട്ട് പോവുകയാണ്. ഇത് ലാസ്റ്റ് മാച്ച് ആയിരിക്കും ഗൈസ്. ഇതിലിവൻ വേണ്ട. എനിക്കിതിൽ A124 മതി. തച്ചുപോയി സെയിൻ്റ് പോയി. കുറച്ച് നേരം നീയൊക്കെ അങ്ങനെ കിടന്ന് പെടേ. ഞാനൊന്ന് വന്നോട്ടെ. നിനക്ക് പവർ യൂസ് ചെയ്യാൻ എന്തെങ്കിലും പറ്റില്ല ബ്രോ. ഹായ്. 3 പവർ ഉപയോഗിക്കാൻ പറ്റില്ലേ? കറിയണ്ട. അയ്യോ അയ്യോ. നീ കുറഞ്ഞ ഓക്കെ ഗൈസ്. അപ്പോൾ അതാ കയ്യിലേ ഓക്കെ ഗൈസ്. ഇത് നമുക്കിത് പുഷ്പമല്ലേ? നിങ്ങൾ പറ പുഷ്പമല്ലേ? പറ പെട്ടെന്ന് പറഞ്ഞ പുഷ്പമല്ലേ? അങ്ങനെ നിങ്ങളെന്തിനിങ്ങനെ പേടിക്കണേ? പുഷ്പമാണ് നിങ്ങളൊന്ന് പറഞ്ഞോ. നീ FF നൈഫിൻ്റെ വളയാട്ടമാണ് മോനെ കാണാൻ പോകും. 4, 3, 2, 1 കൊന്നു. അജാല ജാല ജാല അജാല ജാല ജാല. ഒന്നും കൂടി ഇവിടെ നിൽക്ക്. ഇത് എന്താ കൊണ്ടാലും പഠിക്കില്ലേ? അയ്യോ ഒരു കൊണ്ടാലും പഠിക്കാത്തൊരു സാധനം. മാച്ച് പോയിൻ്റാണ്. സെലക്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയട്ടെ, മാഗ് എടുക്കും ചിലപ്പോൾ MP40. 2 MP40 എടുക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല, ഒരെണ്ണം. എടത് 5-0 പൊട്ടുപോയിൻ.
നിൽക്കി എങ്ങോട്ടാ മച്ച വെറുതെ നിന്ന് കൊടുക്കുക ഗൈസ്. അവൻ കുറെ നേരമായി പാവം അടിക്കാനും കിട്ടില്ല. ഈ റൗണ്ട് നിന്ന് കൊടുത്താലോ? വേണ്ട വേണ്ട വേണ്ട. 5-1 പൊട്ടിക്കുന്നതാണ് അത്രയ്ക്കും കുറച്ചും കൂടി നല്ലത്. നീ പവർ ഉപയോഗിക്കണ്ട ബ്രോ. ബാ ഉയ് നിധി കൂടെ വരുമല്ലോ. വാ എന്താ എങ്ങോട്ടാ പോകുന്നു? അങ്ങനെ ഗൈസ് ഈ ബുയ്യ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കളി ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ പിന്നെയും കാണാം ഗൈസ്. ഇത് റെക്കോർഡ് ചെയ്തേക്കട്ടെ, എല്ലാം റെക്കോർഡ് ചെയ്തിട്ടേ ഗൈസ്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ നിങ്ങൾ ഒരു സംഭവം കണ്ടിട്ടങ്ങ് പോയാൽ മതി. 50 ഓക്കെ. ചെയ്യണമെങ്കിൽ ഒരു പോയിൻറ്റ് കുറച്ച് പോയിൻറ്റ്സും കൂടി വേണം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും. അടുത്ത വീഡിയോ പിന്നെയും കാണാം. ബൈ.